ബാത്റൂമിൻ്റെ കേസൊക്കെ വൻ സീനാണ്. നമ്മൾ എൻ്റെ ഒരു പഴയ നമ്മുടെ വണ്ടിയിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അത് നേരെ സർവീസ് സെൻ്റർ ഹാൻഡ്സും റാംബ്രാക്ക് പോലെയുള്ള ഐറ്റമൊക്കെ. ഓക്കെ, എൻ്റെ പേര് രഞ്ജിത്ത്. നീതായിട്ടവനും നമ്മുടെ അച്ഛൻ. ആക്ച്വലി ഞങ്ങൾ ഇന്നലെ തൊട്ട് റെഡി ആകാൻ തുടങ്ങിയാണ്. നമ്മൾ കയറുകയാണ് നമ്മുടെ പാണ്ടിക്കരിമ്പാറ. തുറക്കൂ സീസേ. ഞാനുണ്ടേ ഞങ്ങളെ തൃശ്ശൂർ ഡെക്കാത്തലോണിലെത്തിയിട്ട് എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്നാണ് നമ്മുടെ ആ ഒരു രണ്ടാമത്തെ സസ്പെൻസ്, നേപ്പാൾ പോണ വീഡിയോ. ഞാനെല്ലാം ഫുള്ള് ബാഗും പാക്കാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു സൈഡ് ബാഗ് ഉണ്ട്. പിന്നെ നമ്മുടെ ഫോണും സാധനങ്ങളൊക്കെ ഇട്ട് ഈ ഒരു ബാഗ് ഉണ്ട്. പിള്ളേരൊക്കെ അവിടെ വെയിറ്റിംഗ് ആണ്. സമയം വൈകി. നമ്മുടെ വണ്ടിയിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അത് നേരെ സർവീസ് സെൻ്റർ കൊടുത്തിട്ടായിരിക്കും നമ്മൾ പോവുക. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇന്ന് നമുക്ക് സമയമില്ല. പിള്ളേരാണെങ്കിൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും പോണ വഴിയിൽ പരിചയപ്പെടാൻ കിടിലൻ കാഴ്ചകളായിരിക്കും. നമ്മുടെ വണ്ടി ഷോറൂമിൽ കയറ്റിയിട്ട് യാത്രയിൽ നമ്മളവിടെ നിന്ന് കണ്ടുമുട്ടി. യാത്രയിൽ അവിടെ ഉണ്ട്. നമ്മൾ മെല്ലെ അനൂപിനെ കാത്തിക്കുക. അനൂപിന് വരും. അനൂപ് വന്നിട്ട് വേണം നമുക്ക് ഇവിടുന്ന് ബസ് കയറിയിട്ട് വേണം പോകാണ്ട. ചേച്ചി അച്ഛനും വന്നിട്ടുണ്ട് കേട്ടോ. ഇവർ എവിടേക്കോ വന്നതാണ്. അപ്പോൾ എന്തായാലും കണ്ടുമുട്ടി. ഇനിയിപ്പോൾ യാത്ര പറഞ്ഞിട്ട് പോവാം. ഞാനിവിടെ അനൂപിനെ കാത്തിക്കണം. അവൻ ഇതുവരെ എത്തിയില്ല. ഞാൻ പോകുന്നു. ഒരു ഹാപ്പി ജേണിയൊക്കെ പറയാം. നമ്മൾ കൊടുവായിലെത്തി. വിനീതൻ്റെ അവിടെ ജിഷ്ണു ഉണ്ട്. അതുപോലെ ഇവിടെ നമ്മുടെ ഒരു അച്ചു ബ്രോ ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നേരത്തെ വീഡിയോസിൽ. അപ്പോൾ കൊടുവായിലെത്തി. നമ്മൾ മെല്ലെ ഇറങ്ങണം കേട്ടോ. വിനീതായിട്ട് ഇപ്പോൾ വിളിക്കാൻ വരാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ അവിടെ എത്തി. വിനീതായിട്ട് ഇപ്പോൾ വരുന്നാ തോന്നണേ. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. വിനീതായിട്ട് ഞാൻ വീടെത്തിയിട്ട് കാണിച്ച ജിഷ്ണു വന്നാ പിള്ളേർ വന്നാ അവർ വരണല്ലോ കേട്ടോ. വിനീതായിട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ അവിടെ എത്തിയിട്ട് ഫുഡ് എന്താ പാക്ക് ചെയ്യാണ്ട് പറഞ്ഞല്ലേ. നമ്മുടെ അച്ചൂറോയും കൂടെ കേട്ടോ. ഫുള്ള് സെറ്റല്ലേ, പോവല്ലേ. ഫുഡ് കൊടുന്നാണ്. ഫുഡ് ഫുള്ള് കൊടുന്നല്ലേ. എടുത്ത എല്ലാം പാക്ക് ചെയ്താ ഫുള്ള് പാക്ക് ചെയ്താ. അപ്പൊ ഞങ്ങൾ എന്തായാലും അച്ചുബ്രോ ഓക്കെ അല്ലേ, പൊളിക്കല്ലേ. ഓക്കെ, എൻ്റെ പേര് രഞ്ജിത്ത്. വിനീതന്റെ വീടിൻ്റെ അവിടെ എത്തിയിട്ട് ജിഷ്ണു എത്തിയിട്ടുണ്ട്. നമ്മുടെ അച്ചുബ്രോ എത്തിയിട്ടുണ്ട്. വിനീതായിട്ട് ഓൾറെഡി എത്തിയിട്ടുണ്ട്. അനൂപ് നമ്മുടെ കൂടെ വരാമെന്ന് പറഞ്ഞാണ്. ചക്കര മിസ്സിംഗ് ആണ്. നേരെ പാലക്കാടോ അല്ലെങ്കിൽ കൊടുവായൂരോ വരികയായിരിക്കും. ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് സാധനങ്ങളോട് എടുത്തിട്ട് കാറിൽ നേരെ നമ്മുടെ വിനീതാണ്ട് ഒരു കൂട്ടുകാരൻ വരും. കാറിൽ നേരെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടാം. അതിൻ്റെ ഇടയിൽ അക്കുവിനെ ഒന്ന് കാണണം. പിന്നെ ആരാണ് അക്കുവും അനൂപിനെയും മാത്രം ഒന്ന് കിട്ടിയാൽ മതി. ചപ്പാത്തി എടുത്തിട്ടുണ്ട് ഇനി ചേട്ടാ. പിന്നെന്തൊക്കെയുള്ളത്? സെറ്റ് ഫുഡ് കുറച്ച് നമ്മൾ പാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. വിനീതാന്റെ വീട്ടിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ നേരെ പാലക്കാട് പോകും. തകർത്ത് പോവാ. അങ്ങനെ മച്ചാന്മാരെ നമ്മൾ എന്നും എവിടേക്കും യാത്ര തുടരുന്ന ഈ ഒരു റൂമിൽ നിന്നാണ്. നിങ്ങൾ നേരത്തേക്ക് എൻ്റെ വീഡിയോസിൽ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും. നമ്മുടെ അക്കൂസായിട്ടിൻ്റെ റൂമാണ്. അപ്പോൾ നമ്മുടെ കാറും കൊണ്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമ്മുടെ അരുൺ ബ്രോ ഉണ്ട്. അരുൺ ബ്രോ കാറിൽ നമ്മളെ നേരെ റെയിൽവേ സ്റ്റേഷൻ കൊണ്ടാക്കും. അക്കു, ജിഷ്ണു, വിനീതായിട്ട് അച്ചു റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അനൂപ് നേരെ ബസ്സിൽ റെയിൽവേ സ്റ്റേഷൻ വരുന്ന പറഞ്ഞത്. നമുക്ക് ഇവിടെ ഇറങ്ങിയിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാം. ടിക്കറ്റൊക്കെ എടുത്തു. റിസർവേഷൻ നമുക്ക് സീറ്റൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് ടിക്കറ്റ് കൺഫേം ആയിട്ടില്ല. സീറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇരിക്കേണ്ടി വരുന്ന തോന്നുന്നുണ്ട്. 3 ദിവസമായി. എനിക്കറിയില്ല എന്താണെന്ന്. നമുക്ക് പോയി നോക്കാം. മെല്ലെ ഇവിടുന്ന് ഞങ്ങൾ ഇറങ്ങണം. എല്ലാവരും പാക്ക് ചെയ്യണ തിരക്കിലാണ് കേട്ടോ. ഞങ്ങൾ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ എത്തിയിട്ട് എല്ലാവരും ഇവിടെ ഇറങ്ങി. ഇനി നമ്മളെ കുറച്ച് സാധനങ്ങളും മേടിക്കാനുണ്ട്. അപ്പോഴേക്കും അനൂപ് വരും. അത് കഴിഞ്ഞ് മേടിച്ചിട്ട് നമ്മൾക്ക് നേരെ ട്രെയിൻ 1:30 കേട്ടോ. ട്രെയിന് ഡിലേ ഒന്നുമില്ല. കറക്റ്റ് ടൈമിന് എത്തും. ഇപ്പോൾ ഏകദേശം ഒരു 1 മണി കഴിഞ്ഞു കേട്ടോ. നമ്മൾ കയറുകയാണ്. നമ്മുടെ പാണ്ടിക്കരിമ്പാറ വന്നു. അനൂപ് പാണ്ടിക്കരിമ്പാറ. അപ്പോൾ അക്കു അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അച്ചു നടന്നുകൊണ്ടിരിക്കുകയാണ്. വിനീതാട്ടൻ, ജിഷ്ണു, അനൂപ് ആരും വരുന്നില്ല. നമ്മളെ കാറിൽ ഡ്രോപ്പ് ചെയ്യാൻ വന്നതാണ്. നമ്മൾ മെല്ലെ നടക്കട്ടെ. നേരെ ട്രെയിനിൽ കയറിയിട്ട് വരാട്ടാ. ആക്ച്വലി ഞങ്ങൾ ഇന്നലെ തൊട്ട് റെഡി ആകാൻ തുടങ്ങിയാണ്. അനുവിൻ്റെ ബർത്ത്ഡേക്ക് കിട്ടിയ ആ ഒരു ഗിഫ്റ്റ് ചേഞ്ച് ആക്കാൻ പോയി. തൃശ്ശൂർ പോയി, ഡെക്കാത്തലോൺ പോയി. അപ്പോൾ അതിൻ്റെ വിശ്വാസമൊക്കെ നിങ്ങൾക്ക് ഇതിലൂടെ കാണാം. അതിൻ്റെ വിശ്വാസമൊക്കെ ഞാൻ ഇടാം. നമ്മൾ വണ്ടി അനുവിൻ്റെ അവിടെ എത്തിയിട്ട് നിർത്തിയില്ല. പിള്ളേരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ വണ്ടി കിട്ടി. വണ്ടി കണ്ടില്ല. ഇപ്പോൾ ബാൻഡൂസിൽ വന്നാണ് കേട്ടോ. ഇന്നലത്തെ ബർത്ത്ഡേ ഗിഫ്റ്റ് നമ്മൾ ഒന്ന് ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ട് ബാൻഡൂസിൽ കയറിയിട്ട് എൻ്റെ വണ്ടിക്ക് എന്തൊക്കെ റേറ്റ് ചോദിക്കും. അപ്പോൾ എൻ്റെ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ പിന്നീട് അപ്ഡേഷൻസ് ഒക്കെ ചെയ്യണം. നമ്മൾ ട്രിപ്പ് പോയി വന്നിട്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഉള്ളിൽ കയറി നോക്കട്ടെ കേട്ടോ എന്താ അവസ്ഥയാണ്. അവിടെ ഗാഡ്ജറ്റ്സ് ഒക്കെ കണ്ടില്ലെങ്കിൽ അനുവനെ ജാക്കറ്റ് മാറ്റിയെടുത്തുട്ടാ. ഞാനുണ്ടേ
ഞങ്ങൾ തൃശ്ശൂർ ഡെക്കാത്തലോണിലെത്തിയിട്ടാ ബാൻഡ് ഡോസ് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. പർച്ചേസിംഗ് എന്ന് പറഞ്ഞാൽ കോട്ട് നമ്മൾ വേറെ എന്താണ് ജാക്കറ്റ് മാറ്റിയെടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ അനൂപിന് കുറച്ച് ഡ്രസ്സ് എടുക്കണം എന്ന് പറഞ്ഞിട്ട്, അല്ല ഡ്രസ്സല്ല, എന്താ ഷോർട്സ് എന്തൊക്കെയാണ് എടുക്കണം പറഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് കയറിയാണ്. എന്തെങ്കിലുമൊക്കെ നല്ല ആവശ്യമുണ്ടെങ്കിൽ ട്രിപ്പ് പോകുമ്പോൾ ആവശ്യം വരുമല്ലോ പറഞ്ഞിട്ട് എടുക്കാൻ. പിന്നെ ഞാൻ എൻ്റെ ഹെൽമെറ്റിൻ്റെ വൈസറൊന്ന് മാറ്റി, പിന്നെ ആൻറ്റി ഫോഗിൻ്റെ പ്രൊട്ടക്ഷൻ ഒന്ന് വെച്ചു. അതൊക്കെ തന്നെ അവനും ആൻറ്റി ഫോഗിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ വെച്ചു ഹെൽമെറ്റിൽ. ബാക്കിയുള്ളതൊക്കെ ഞങ്ങൾ ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ഇറങ്ങട്ടെ. നമ്മുടെ അക്കും വിനീതണ്ണൊക്കെ അവിടെ വെയിറ്റിംഗ് ആണ്, വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ് അക്കും വിനീതും. നീ എന്താ ഷോർട്സ് എടുക്കാനുള്ള പ്ലാൻ അല്ലേ? എന്തെങ്കിലുമൊക്കെ നോക്കട്ടെ, ട്രിപ്പ് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വേണം. അത് കഴിഞ്ഞ് ഈവനിങ് നമ്മൾ പാലക്കാട് എത്തുന്നു. പാലക്കാട് നിന്ന് കുറേ പർച്ചേസ് പറഞ്ഞ് കുറേ അങ്ങനെ ഇന്നലെ രാത്രി 12 മണിയൊക്കെ എത്തിയിട്ട് നമ്മൾ ഇന്നലെ ലൈവ് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. തുറക്കൂ സീസേ തെണ്ടി തിരിഞ്ഞ് സ്റ്റുഡിയോയിലെത്തി. ട്രിപ്പിന് പോകാനുള്ള സെലക്ഷൻ എടുക്കാൻ, കളക്ഷൻ എടുക്കാൻ. ഞങ്ങളെന്തായാലും ഇവിടെ 4:05 എന്താണ് ട്രെയിന് വരുന്നത് പറഞ്ഞ്, 4 അല്ലെങ്കിൽ 5. അപ്പോൾ ട്രെയിനിൽ എത്താനായി. ഞങ്ങൾ മെല്ലെ ഇറങ്ങി നോക്കട്ടെ. ഓർഡർ റെഡി അല്ലേ? നമ്മുടെ ട്രെയിന് വന്നുകൊണ്ടിരിക്കട്ടെ. ട്രെയിൻ എത്തി, നേരെ കയറുക, ഗോ ടു നേപ്പാൾ. ഈ ട്രെയിനിന് സ്ലീപ്പർ കുറവാണ് ഉണ്ട് കേട്ടോ, AC ആണ് കൂടുതൽ. ഞങ്ങൾ എന്തായാലും പോട്ടെ. എനിക്ക് തോന്നുന്നു നല്ല തിരക്കുണ്ട്. എന്താവുന്ന ഒന്നും അറിയില്ല. ഞങ്ങളുടെ സീറ്റാണെങ്കിൽ ഒന്നും കൺഫേം ആയിട്ടില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. എന്താ മോനാ ഒരിക്കത്തെ തിരക്കാട്ടാ. വിചാരിച്ച പോലെ നമുക്ക് തന്നെ സീറ്റില്ല. ഇതിൻ്റെ ഇടയിൽ കൂടെ കുറേ പണിയാണ്. വിട്ട് മെല്ലെ നടന്നോട്ടാ. നമ്മളിവിടെ സ്ഥലമില്ലാതെ ഇങ്ങനെ അക്കുതാ പിന്നീട്ടാ നീ പറയണ്ട. 3 ദിവസം കേസ് ഇങ്ങനെ 3 ദിവസം അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും തോന്നില്ല. എന്തെങ്കിലുമൊക്കെ അക്കു എന്തെങ്കിലുമൊക്കെ ടീച്ചറിനെ കണ്ടില്ലക്കു എന്തെങ്കിലുമൊക്കെ സെറ്റാക്കി തരില്ലേ വിനീതേട്ടാ? സാഗുള്ള ആശ്വാസം ഒരിത്തിരി കാറ്റ് കിട്ടുന്നതാണ്. അടിപൊളിയാവും അല്ലേ? മാറാൻ പൈസ കൊടുത്ത് മാറാൻ പറ്റുമോ AC-ക്ക്? കിടക്കാൻ പറ്റിയാൽ മതി. ഇരിക്കലൊന്നും കുഴപ്പമില്ല. കിടക്കാം, രാത്രി കിടക്കാം. അത് ശരിയാണ്. ഇനി അലമ്പാവൂല്ലേ പോകുന്നത്? പോയിട്ടുണ്ട്. ഇനി ഞങ്ങൾ നീണ്ട യാത്രയായിരിക്കും, ഒരു 3 ദിവസം. എനിക്കറിയില്ല എങ്ങനെയാവുന്നു. ട്രെയിനാണെങ്കിൽ ഭയങ്കര വലിയ സുഖമൊന്നുമില്ല. നോർമലി കമ്പയർ ചെയ്യുമ്പോൾ വലിയ രസമൊന്നും കാണുന്നില്ല. ഇപ്പോൾ അറിയില്ല, ഇനി ഇരുന്ന് നോക്കണം. എന്തായാലും ഞങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. വല്ല സീറ്റ് കിട്ടുമോ പരിപാടി കിട്ടുമോന്നൊന്നും അറിയില്ല. നോക്കാട്ടാ. അങ്ങനെ മച്ചന്മാരെ നമ്മൾ ഏകദേശം കോയമ്പത്തൂർ എത്താനായിരിക്കണം. അപ്പോൾ വിനീതേട്ടവനും നമ്മുടെ അച്ചുവൊക്കെ കുറച്ച് ഫുഡ് കൊണ്ടുവന്നത്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു കേട്ടോ. ജിഷ്ണു വിനീതേട്ടൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അനൂപ് ഒക്കെ ഇവിടെ ഉണ്ട്, അച്യുത അവിടെ ഉണ്ട്. ഈവനിങ് നോക്കിയാൽ മതി. അപ്പോൾ ഇവരോട് സെറ്റ് ആയിക്കൊണ്ടിരിക്കട്ടെ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഫുഡ് കഴിക്കട്ടെ. റെഡി അല്ലാക്കൂ? അക്കു ചക്കരൊന്നും ഒരുക്കിയിട്ടാ. ഓരെവിടുന്നാ പറഞ്ഞേ? ചെന്നൈയിലോട്ടാ. ചെക്കനെ കിട്ടിയ അക്കു പിന്നെ ഓനെ വിട്ടേ ഇല്ല. അക്കുവിന്റെ കണ്ണാടിന്റെ തൊപ്പിയൊക്കെ ഇട്ട് ചെക്കനെ ഫോട്ടോസ് എടുത്തോണ്ടിരിക്കട്ടാ. അങ്ങനെ നമ്മൾ ഏകദേശം കോയമ്പത്തൂർ എത്തിയിട്ടാ. കോയമ്പത്തൂർ എത്തി. ഇവന്റെ അടുത്താണെങ്കിൽ ഫുള്ള് കളിയാണ് കേട്ടോ. അക്കും പിള്ളേരൊക്കെ ചേട്ടാ ചേച്ചിയായിട്ട് ഫുള്ള് കമ്പനി ആയിട്ടാ. കാരണം അവൻ്റെ ഒരു തലാണിയുണ്ട്, എയർ വെച്ചിട്ട് കൺട്രോൾ ചെയ്യണം. അപ്പം അതെങ്ങനെയെങ്കിലും ഒരു 50-100 രൂപയ്ക്ക് മേടിക്കാനുള്ള ശ്രമത്തിലാണ്. അക്കുതാ അവരാണെങ്കിൽ ആന്ധ്ര. ഇവർക്ക് അവര് പറഞ്ഞ ഇംഗ്ലീഷിൽ പറയാ അറിയില്ല. അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കിക്കൊണ്ടിരിക്കട്ടെ. വിനീതേട്ടാ കിട്ടിയാ? അത് കിട്ടിയാ? സാധനം കിട്ടിയാ? ഹൈദരാബാദിന് കോൾ ചെയ്തു. എന്തിന് ട്രാൻസ്ലേറ്റ് ചെയ്യാനാ? അതെയാ. ഏകദേശം ഈവനിങ് ഈറോഡ്, തമിഴ്നാട് ഈറോഡ് സേലമൊക്കെ എത്തിക്കൊണ്ട് കേട്ടോ. ഇനിയിപ്പോ എത്ര നേരം ഇരിക്കും, നാളെ ഇരിക്കണം, ആലോചിക്കാൻ വയ്യ. കാര്യമായിട്ട് പഴയ കണക്കൊക്കെ കൂട്ടി ഒന്ന് ക്ലിയർ ആയിക്കൊണ്ടിരിക്കട്ടെ. ഇതൊന്നും തീരൂല. ഓക്കെ ശരി, ബൈ ബൈ ബൈ. അങ്ങനെ മച്ചന്മാരെ സമയം ഏകദേശം ഒരു 8:30. ഞങ്ങൾ ചെന്നൈ എത്താറായില്ല. ചെന്നൈ എത്താറാകുമ്പോഴാണ് ഞങ്ങൾ രക്ഷിക്കണ കാര്യം ആയിരിക്കണം. അപ്പോൾ ഫുഡ് കഴിക്കാറ് എല്ലാവരും എടുത്തിന്.
അക്കുവും എന്താ അനുഭവം അവിടെ നിന്നിട്ട് ഫുഡ് റെഡി ആയിക്കൊണ്ടിരിക്കുക. കഴിക്കില്ലടാ ഗെയിം കളിക്കണ്ട. അതെയാ. അപ്പൊ നമ്മളെ അക്കു തടാ നമ്മളിവിടുന്ന് പരിചയപ്പെട്ടാണ് നമ്മുടെ ചേച്ചി. അപ്പൊ ചേച്ചിയുടെ മകനാണ്. അവനെ ഞങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും. ഫോണില് ഫുള്ള് കഴിയാണ്. അനുപ ഫുഡ് അനുവിനോട് അച്ഛൻ കഴിക്കല്ലേ? സെറ്റല്ലേ? ഞാനെല്ലാം ഫുഡ് കഴിച്ച് നാളെ വരാം. മോർണിംഗ് അനൂപ് ഹിന്ദി അറിയാണ്ടതാ ഓന്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിട്ട് അവൻ ട്രാൻസ്ലേറ്റർ എടുത്ത് ഉപയോഗിച്ചോണ്ടിരിക്കട്ടെ. അനൂപ് ഇജി നേപ്പാള ട്രിപ്പോടെ ഹിന്ദി പഠിക്കണം. ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മുടെ മറ്റൊരു ഡേയും കൂടെ ആയിരിക്കണം. അക്കു ഇനി തരണത് അവിടെ ഉണ്ട് കേട്ടാ. ഓരിപ്പോ പുറത്തേക്കൊന്ന് ഇറങ്ങിയിട്ട് വരാന്ന് പറഞ്ഞ പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് പറയണം. ഇന്നിപ്പോൾ സെക്കൻഡ് ഡേ ആണ്. ഇന്നലെ രാത്രി പോയി സുഖമായിട്ട് കിടന്നുറങ്ങി. എങ്ങനെയാണെന്ന് അറിയില്ല. ഇന്ന് ഫുള്ള് നമ്മൾ ട്രെയിനിലിരിക്കണം. നാളെ ഈവനിങ് എത്തുള്ളൂ കേട്ടോ. പക്കൂര് വരട്ടെ. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇനിയിപ്പോൾ ബാത്റൂമിക്കോ എന്തെങ്കിലും പരിപാടിയൊക്കെ ചെയ്യാൻ കഴിയും. ചായ തരാം. ചായ അങ്ങനെ നമ്മളൊന്ന് എണീറ്റു. ഒരു 7-8 മണിയൊക്കെ ആയി. നമ്മൾ വിജയവാഡയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സംഭവം ഇന്നലെ രാത്രി നമുക്ക് സീറ്റ് എന്നാണ് 6AC ആയിരുന്നു അല്ലേ? 6AC ആയിരുന്നില്ലേ സീറ്റ്? 6ACന്ന് അപ്പൊ രാത്രിക്ക് സീറ്റ് കാരണം കൊണ്ട് മാറ്റിച്ച് അവസാനം നമ്മൾ ഇവിടെ ഒരു ബെഡ്, ഇതൊരു ബെഡ്, ഇവിടെ അതുപോലെ നമ്മുടെ അനുവ് ഇവിടെ കിടക്കുന്നുണ്ട്, അച്ഛൻ ഇവിടെ കിടക്കുന്നുണ്ട്, ജിഷ്ണു ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കിട്ടി. ആൾക്ക് ജസ്റ്റ് ഒരു എക്സ്ട്രാ ഒരു 800 രൂപ കൊടുക്കേണ്ടി വന്നു. അത്രേ ഉള്ളൂ. അടുത്ത ടീച്ചർ വന്നിട്ട് എന്തായാലും നമ്മൾ ഇനി വൈകുന്നേരം നാളെ ഒരു ഈവനിങ് വരെ ട്രെയിനിലിരിക്കണം. ഇപ്പോൾ സീറ്റൊക്കെ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. പിന്നെ അല്ലാതെ വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാം. ഹാൻഡ്സും രാംബ്രാക്ക് പോലുള്ള ഐറ്റമൊക്കെ ചെറിയ പൈസക്ക് കൊടുക്കണം കേട്ടാ. നമ്മുടെ അവിടെയാണ് ഈ പരിപാടി ഒന്നും നടക്കൂലല്ലേ. പേഴ്സ് വിൽക്കാൻ വരും, അതുപോലെ ഹെഡ്സെറ്റ് വിൽക്കാൻ വരുന്ന പേരിൽ ആള് കൊടുക്കുന്നത് അങ്ങനത്തെ സാധനങ്ങളാണ്. എണ്ണ സാധനങ്ങളാ. അടിച്ചല്ല ഗ്ലാസ് എടുത്ത് കൊടുക്കുക കേട്ടോ. മറ്റാള് എൻ്റെ അപ്പുറത്തിരിക്കുന്ന കേട്ടോ. അക്കുന് ഫുള്ള് ഗ്ലാസ് എടുത്ത് കൊടുക്കുക. അക്കുവാണെങ്കിൽ കേട്ടിട്ട് അക്കു ഫുഡിന് മുട്ട മേടിച്ചു തന്നെ കേട്ടോ. മുട്ട ഒരെണ്ണം പൊട്ടിച്ച് നോക്കി. ഒരെണ്ണം കംപ്ലൈന്റ് പൊട്ടിച്ച്. അതങ്ങനെ അറിഞ്ഞി? കളറാ. റിട്ടേൺ കൊടുക്കാൻ പോവാണ്. മാറ്റി കിട്ടുമെന്ന് അറിയില്ല. അക്കു മാറ്റിയിട്ട് വന്നാൽ മതി. ബഡ്ജറ്റ് കൂടുമല്ലേ? ഒരു മുട്ടയ്ക്ക് എത്രയാ? 15 റുപ്യ പൊഴിഞ്ഞു. എടോ എന്തെങ്കിലും വിളിച്ചാ മതി. നമ്മള് ഇരുന്ന് ഭ്രാന്തായപ്പോ ചീട്ടുകൾ തുടങ്ങി. അക്കു പ്ലാൻ ചെയ്ത് ചീട്ടൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടാ. എന്തായാലും കളിക്കട്ടെ, കളി നടക്കട്ടെ അല്ലേ. അങ്ങനെ നമ്മള് നാഗ്പൂരെത്തിയിരിക്കുകയാണ്. ഇപ്പൊ കുറച്ചൊന്ന് ഇറങ്ങി റിലാക്സ് അടിക്കാന്ന് പറഞ്ഞിട്ട് നടന്നുകൊണ്ടിരിക്കട്ടെ. നമ്മുടെ ഈ നാഗ്പൂരിൽ കുറേ കാര്യങ്ങളുണ്ട്. എൻ്റെ ഒരു പഴയ അയാൾ ആരാന്ന് വെച്ചാൽ നമുക്ക് ഫുഡ് തന്ന ആളാണ്. അപ്പോൾ ആളെ നമുക്ക് പൈസ മേടിക്കാണ്ട്, അതുകൊണ്ടാട്ടാ. അപ്പോൾ ഞങ്ങളെന്തായാലും ഇവിടെ എനിക്ക് പഴയ കുറേ ഓർമ്മകൾ പുതുക്കാനുണ്ട്. അപ്പോൾ ഓർമ്മകളൊക്കെ ഞാൻ പറഞ്ഞത് ഞാൻ 2017 ഇവിടെ വർക്ക് ചെയ്താണ് കേട്ടോ, ഒരു 6 മാസം. അപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷൻ എനിക്ക് അത്രയ്ക്ക് അറ്റാച്ച്ഡ് ആണ്. കാരണം ഞാൻ അപ്പോഴും ഇവിടെ വരും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇപ്പം എന്തായാലും ഞങ്ങൾ ഇവിടെ വന്നിട്ട് റെഡ് ബുള്ള് കഴിച്ചിട്ട് നേരെ കയറാം. നല്ല തിരക്കാണ് കേട്ടോ. നാഗ്പൂർ നിർത്തിയപ്പോൾ സീറ്റൊക്കെ പോകാമെന്നൊന്നും അറിയില്ല. എനിക്ക് വരണം. എടുത്തോ ആലക്ക് ഓരോ ചെയ്തോ. തണുപ്പില്ലേ? ഇനി ഓണായിരിക്കും. മച്ചാമ്മനെ എന്ത് ഡേ 3 ആയിരിക്കണേ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുള്ള് ടയേർഡാണ്, ഫ്രഷ് ആയിട്ടില്ല. എനിക്കൊണ്ട് ഇന്ന് ഈവനിങ് കൂടെ നമ്മുടെ ഈ ഒരു ട്രെയിൻ ജേണി അവസാനിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്രഷ് ആകാൻ പറ്റുള്ളൂ. നമ്മൾ കാലത്തിൻ്റെ എണീക്കുമ്പോൾ വേറെ ഒരു ക്ലൈമറ്റ് ആയിരുന്നു. സൂര്യൻ അടിക്കുന്നതാണ് മുഖത്തൻ. നിങ്ങൾക്ക് അറിയാം ഒരു ക്ലൈമറ്റിൻ്റെ അവസ്ഥ എന്താണ്. അനുവോടെ എണീച്ചിട്ടുണ്ട്, വിനീതാണ് അക്കു എണീച്ചിട്ടുണ്ട്. ഇവരിപ്പോൾ ഒന്ന് ബാത്റൂമൊക്കെ പോയി വരാമെന്ന് പറഞ്ഞിട്ട് ട്രെയിനിൻ്റെ ബാത്റൂമൊക്കെ പിന്നെ പറയണ്ട. ഗുഡ് മോർണിംഗ്. അതെയാ. അപ്പോൾ ട്രെയിനിലെ ബാത്റൂമിൻ്റെ കേസൊക്കെ
വെള്ളം വൻ സീനാണ്. നമ്മൾ ചിന്തിക്കുന്ന പോലെയൊന്നുമില്ല, തുറക്കാൻ കഴിയില്ല. അങ്ങനെയാണ് ചിലയിൽ വെള്ളമൊന്നുമില്ല. അങ്ങനെ ഒരു ഭയങ്കര ഒരു ഇതാണ്. ഇനിയിപ്പോൾ അങ്ങ് നമ്മൾ AC-ൻ്റെ അങ്ങോട്ടൊക്കെ പോയി നോക്കണം. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് നമ്മൾ പോണ വഴിയിൽ നല്ലൊരു സൂര്യോദയം ഉണ്ട്. അത് നിങ്ങൾ കണ്ടു നോക്കിയിട്ട് വരുമ്പോഴേക്കും ഞങ്ങളൊന്നും കുളിച്ച് ഫ്രഷായിട്ട് വരാം. അങ്ങനെ മച്ചന്മാരെ നമ്മുടെ ഇപ്പോൾ അവിടെ എന്താണ് എന്തൊരു സ്ഥലം പറഞ്ഞിട്ടാ അവിടെ എത്തിക്കുന്നത്, ലക്നൗ എത്താനായി. നമുക്ക് ബാത്റൂമിലൊക്കെ സ്ലീപ്പറിലൊക്കെ പോകാന്ന് പറഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞങ്ങൾ നേരെ ഇത് AC കമ്പാർട്ട്മെൻറ്റാണ് കണ്ടില്ലേ. ഈ AC കമ്പാർട്ട്മെൻറ്റിൽ നമുക്ക് അധികം ഇങ്ങനെ ഫുഡിൻ്റെ അധികം ഇങ്ങനെ പാസ് ചെയ്ത് തരാം. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആകുമ്പോൾ ഡെയിലി ക്ലീനിങ്ങും പരിപാടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാനും അനുവും കൂടെ വന്നിരിക്കണം. അവരിങ്ങനെ റെഡി ആയി വരണം. നമ്മുടെ കമ്പാർട്ട്മെൻറ്റ് ഏകദേശം ആ ഒരു തിരക്ക് കണ്ടുണ്ട് അവിടെ വരും കേട്ടോ. അത് അവിടെ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടില്ലേ. അങ്ങനെ മച്ചാന്മാരെ നീണ്ട 3 ദിവസത്തെ യാത്രകൾക്ക് ശേഷം ഞങ്ങൾ ഗോരഖ്പൂർ എത്തിയിരിക്കുകയാണ്. ആക്ച്വലി ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ ട്രെയിൻ ഇറങ്ങിയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി അങ്ങോട്ടുള്ള വിഷ്വൽസ് ഒക്കെ നമുക്ക് ഒരു അടുത്ത കിടിലെ എപ്പിസോഡായിട്ട് കാണാം. എല്ലാവരും റെഡി ആയി നിൽക്കട്ടെ. അതാ വിനീതായിട്ട് അനൂപുണ്ട്, ജിഷ്ണുണ്ട്, അച്ചു എല്ലാവരും കളി പോയി. അക്കു ഇവിടെ ഫ്രണ്ടിലുണ്ട് കേട്ടാ. അപ്പം നമ്മൾ ഇവിടെ നിന്ന് അപ്പോൾ ട്രെയിൻ ഗോരഖ്പൂർ എത്തി. അപ്പോൾ ഇനി നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പം മറ്റൊരു വേറെ ഇനി പുതിയൊരു എപ്പിസോഡായിട്ട് വരാം. ബൈ ബൈ, സീ യു ഗൈസ്.